ഞാനൊരു 78-ൽ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയതാണ്. അന്ന് പശ്ചിമകൊച്ചിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന സിനിമാറ്റിക് അല്ലെങ്കിൽ വെസ്റ്റേൺ ഡാൻസ് ഞാൻ കലാഭവനിൽ ഒരു 8 വർഷം ക്ലാസ് എടുത്തു. 5 വർഷം കേരളത്തിൽ തന്നെ ഒരുവിധം എറണാകുളം ജില്ല മൊത്തം ഡാൻസിൻ്റെ ഒരു തരംഗമാക്കി മാറ്റാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചു. 40 വർഷം മുമ്പുള്ള ഡാൻസ് മാസ്റ്ററല്ല, 40 വർഷമായി ഞാൻ ഡാൻസ് മാസ്റ്ററാണ്. കലാഭവനിൽ ടീച്ചറായിട്ടൊരു 8 വർഷം വർക്ക് ചെയ്തു. ഇപ്പോൾ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫിലിമിൽ കുറച്ച് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാവർക്കും, ഡാൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മൈക്കിൾ ജാക്സൺ ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് അത്ര വലിയ ഇൻസ്പിറേഷൻ അല്ലായിരുന്നു. This song was sung for me and I am going to perform. പലപ്പോഴും ഈ ഫിലിമിലൊക്കെ വരുന്ന പാട്ടുകളുടെ കൊറിയോഗ്രാഫി ഒരു പാടി കടത്തി വെട്ടി ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തു. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഡാൻസ് പഠിച്ചാൽ എന്തും ചെയ്യാം. മോൺ വോക്കും മൈക്കിൾ ജാക്സന്റെ റോബോട്ടിക്സ് ഒക്കെ വേറെ സാറ് പഠിപ്പിച്ചതാണ്. അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ കേരളത്തിൽ ഈ ബ്രേക്ക് ഡാൻസും റോബോട്ടിക് ഡാൻസും ഒക്കെ പ്രേക്ഷകരിലേക്കൊക്കെ എത്തുന്നതിന് മുൻപായിട്ട് ഇത് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് പേരുണ്ട്. ഇപ്പം റീസെൻ്റ് ആയിട്ട് റിലീസ് ആകാൻ പോകുന്ന ഒരു സിനിമയുണ്ട് മൂൺ വാക്ക്. ഇവർ കുറച്ച് പേരുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കഥയാണ് മൂൺ വാക്ക് എന്ന് റീസെൻ്റ് ആയിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അതിൽ കുറച്ച് പേരെ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. സോ എല്ലാവരെയും ഞാൻ സിനിമാ ഭ്രാന്തനിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം. നിങ്ങൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് ഇവിടെ തുടങ്ങിയാലോ? ഞാൻ ബാബു ഫുഡ് ലൂസേഴ്സ്, കേരളത്തിലെ ആദ്യകാല നൃത്ത വെസ്റ്റേൺ ഡാൻസിൻ്റെ ആൾക്കാരിൽ ഒരാൾ. കോട്ടയം കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ആദ്യമായിട്ട് ബ്രേക്ക് ഡാൻസിൻ്റെ സ്കൂള് തുടങ്ങിയത് ഞാനായിരുന്നു. എൻ്റെ കുറച്ച് 3-4 പേര് പഠിക്കുന്ന കാലത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ 40 വർഷം മുമ്പുള്ള ഡാൻസ് മാസ്റ്ററല്ല, 40 വർഷമായി ഞാൻ ഡാൻസ് മാസ്റ്ററാണ്. ഇപ്പോഴും കണ്ടിന്യൂ? തീർച്ചയായിട്ടും. അതേപോലെ തന്നെ എൻ്റെ പേര് സജീഷ്, എൻ്റെ ബ്രദറാണ്, ചേട്ടനാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഏകദേശം ചേട്ടൻ തുടങ്ങിയ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഞാനും പറയുന്നുണ്ട്. ചേട്ടനോടൊപ്പം തന്നെയുണ്ട് ഇപ്പോഴും. കുറച്ച് സ്കൂൾസിലൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോഴും സ്റ്റിൽ ഞാൻ സജീവമായിട്ട് ഡാൻസ് ഫീൽഡിൽ തന്നെ ഉണ്ട്. കുറച്ച് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതലും പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ബ്രേക്ക് ഡാൻസാണ്. ഇപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പിള്ളേർക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റൈൽ ഞാനിപ്പം അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. പഴയ കാലത്തുള്ള ബ്രേക്ക് ഡാൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. താങ്ക്സ്. എൻ്റെ പേര് അജിത് നാഥ് വിശ്വനാഥ്. ജസ്റ്റ് ലൈക്ക് ബാബു ആൻഡ് സജീഷ്, me too was having a lovely brother. He finished his BA, LLB and MBA and he is no more. He finished himself. And at the moment, I am trying to recreate a 7 Masters Cadet Health Club on his memorial. In the earlier stage, like Sajesh and Babu, Anish Nath and Ajit Nath was very well-known name in breakdance industry. If you say so, it's not a fault. We win several categories like Babu and Sajesh also. That means their troupe name was Footloosers and our troupe name was Boomers. And even the director of this moonwalk, Sri Vinod AK, is my cousin, and his brother Pramod AK, he was our junior champion, and we were together on that days. Simultaneously, we start our school at the same time, but we were not known each other. Because of the fame of the stage which we dance, the students used to say like Footloosers, Boomers. Then gradually we came to the one stage and we compete each other. Ups and downs are there, but still we are friends and still we are keep on going with the dance. When we dance, we forget everything. We forget our age, we forget our attitude, we forget our sorrows and miseries and deaths, and we will be on a miracle. So together we can make much more better than anything. And I would like to memorize the so-called Michael Jackson. He only gave an opportunity for each and every one of us to be in the track. But our talent differs one to one. So we all are different talented dancers. But basically, breakdance is supposed to be a family, and for that family,
this moonwalk is going to become a landmark. And still, for fitness, this is the best dance form ever invented in the world. And still, the breakdance is famous, and it will come up, and still it will keep on going in the future as well. That's all. Thank you. ഹലോ, ഞാൻ ജോൺസൺ, കൊച്ചി നസറത്താണ് എൻ്റെ സ്വദേശം. ഞാനൊരു 78-ൽ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയതാണ്. അന്ന് പശ്ചിമ കൊച്ചിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന സിനിമാറ്റിക് അല്ലെങ്കിൽ വെസ്റ്റേൺ ഡാൻസ് ഞാൻ കലാഭവനിൽ ഒരു 8 വർഷം ക്ലാസ് എടുത്തു. അതിനുശേഷം കേരളത്തിൽ തന്നെ ഒരുവിധം എറണാകുളം ജില്ല മൊത്തം ഡാൻസിൻ്റെ ഒരു തരംഗമാക്കി മാറ്റാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചു. അന്ന് ഇവിടെ പശ്ചിമ കൊച്ചിയിൽ മാത്രം ഒതുങ്ങിയിരുന്നൊരു നൃത്തരൂപമായിരുന്നു അത്. പിന്നീട് ഇത് വ്യാപിച്ച് എറണാകുളം ജില്ല മൊത്തമായി. പിന്നെ അങ്ങനെ തിരുവനന്തപുരത്ത് ബാബു മാഷ്, കോഴിക്കോട്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇത് നല്ല രീതിയിൽ വ്യാപിക്കാൻ തുടങ്ങി. ഇന്നത്തെ തലമുറക്ക് ഏറ്റവും നല്ല ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നൃത്തരൂപമാണ് അത്. വളരെ പ്രചാരമേറിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഇത് നന്നായി വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മൂൺവാക്ക് എന്ന സിനിമ എല്ലാവരും കാണുക എന്നുള്ള അറിയിച്ചോളൂ. ഹായ്, എൻ്റെ പേര് സജി നെപ്പോളിയൻ, വീട് കുമ്പളങ്ങി, കൊച്ചി തന്നെ. ജോൺസൺ മാഷിൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ജോൺസൺ മാഷിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ അതിനു മുമ്പേ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഫിലിപ്പ് എന്നും പറഞ്ഞൊരു ഡാൻസ് മാസ്റ്ററുണ്ട്, ഡിസ്കോൻ്റെ കാലഘട്ടം. അപ്പോൾ ഡിസ്കോൻ്റെ കാലഘട്ടത്തിൽ നിന്നും ബ്രേക്ക് ഡാൻസിലോട്ട് വന്നപ്പോൾ ഫിലിപ്പ് മാഷിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ബ്രേക്ക് ഡാൻസ് പഠിക്കണം. പുള്ളിക്കാരൻ ഇപ്പോഴും കളിക്കോട്ടോ, അന്നത്തെ പഴയ ഡിസ്കോ ഡാൻസ്, ബ്രേക്ക് ഡാൻസ് അല്ല ഡിസ്കോ ഡാൻസ്, കമലഹാസൻ്റെ ഭയങ്കര ആരാധകനാണ്. പുള്ളി എങ്ങനെയാണോ കളിച്ചത് അതേപോലെ കളിക്കും. അങ്ങനത്തെ ഒരു സംഭവം ഇപ്പോഴും ഉണ്ട് പുള്ളി. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ എനിക്ക് ബ്രേക്ക് ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. കൊച്ചിയിൽ അത് പഠിക്കാനായിട്ട് കൊച്ചിയിൽ ഒരേ ആളേ ഉള്ളൂ. ആളെന്നും പറഞ്ഞു വിട്ടാണ് ജോൺസൺ മാഷ്. അങ്ങനെ ജോൺസൺ മാഷിൻ്റെ അടുത്ത് ഞാൻ എത്തി. വർഷങ്ങളായിട്ട് പുള്ളിയുടെ കൂട്ടത്തിൽ നിന്ന് പഠിക്കുകയും അങ്ങനെ പുള്ളി തന്നെ എനിക്ക് കലാഭവനിൽ ജോലി വാങ്ങിച്ചു തരികയും കലാഭവനിൽ ടീച്ചറായിട്ട് ഒരു 8 വർഷം വർക്ക് ചെയ്തു. ഇപ്പോൾ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫിലിമിൽ കുറച്ച് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ചാനൽസിലെ കൊറിയോഗ്രാഫി, ഇത് തന്നെ ഡാൻസ് ലൈഫ് അത് തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ പടത്തിന് വേണ്ടി നമ്മളും കുറേ വെയിറ്റ് ചെയ്യുവാണ്. എന്താണ് പഴയ കാലഘട്ടങ്ങൾ ഒന്നുകൂടി കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വരട്ടെ, നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഷെൽട്ടൺ, തൃശ്ശൂർ. ഞാൻ 86-ലാണ് ഡാൻസ് തുടങ്ങുന്നത്. അതും ബ്രേക്ക് ഡാൻസ് തന്നെയാണ്. ബ്രേക്ക് ഡാൻസിൽ നിന്നുള്ള തുടക്കം 86 ഡിസംബർ 25 ആദ്യം കളിച്ചു. പിന്നെ അവിടെ നമ്മൾ കളി അതൊരു അസ്ഥിക്ക് പിടിച്ചു. പിന്നെ അങ്ങനെ കളിച്ച് കുറേ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. അതിലൊക്കെ വിൻ ചെയ്തു. അവസാനം ഓൾ കേരള ബ്രേക്ക് ഡാൻസ് കോമ്പറ്റീഷൻ തൃശ്ശൂർ വെച്ച് നടന്നതാണ്. അതിൽ ഗോൾഡ് വിന്നറാണ്. അത് കഴിഞ്ഞ് 92 അവസാനം പരിപാടി അവസാനിപ്പിച്ച് പിന്നെ ഞാൻ വേറെ പ്രൊഫഷനിലേക്ക് മാറി. ഇപ്പോൾ രണ്ടാമത് റീലോഡ് ചെയ്തു എല്ലാവരും കൂടിയിട്ട്. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും തയ്യാറെടുത്തു. എന്തായാലും ഇത് വരട്ടെ, ഇവരുടെ കൂടെ ഞങ്ങളുണ്ടെന്നു. ഗുഡ് ലക്ക്. ഈ മൂൺവോക്ക് സിനിമ ശരിക്കും നിങ്ങളുടെ ഒരു ഇതിൽ കുറച്ച് പേരോടുണ്ട്, അവരെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് ഇൻസ്പയർഡ് ആയ ലൈക്ക് ഒരു പെർട്ടിക്കുലർ ഒരു തിങ് ഉണ്ടാവുമല്ലോ. ഒബ്വിയസ്ലി ഡാൻസ് ആണ്, പ്ലസ് അതിനോട് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നുള്ള, അതിൽ ഏതൊരു ഡാൻസറിനോട് ചോദിച്ചാലും മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. സോ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഡാൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും, മൈക്കിൾ ജാക്സൺ എന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? അതിൽ നിന്ന് നിങ്ങളുടെ ഈ ഒരു ലൈഫ് തന്നെ ഒരു സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ വാട്ട് ഈസ് ഡാൻസ് ടു യു ഓൾ? ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓരോരുത്തരും ഒരു ദിവസം വേണമെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കും. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. എല്ലാം ഓരോരുത്തർക്കും ഓരോ ഡെഫിനേഷനാണ്. ബാബു സംസാരിക്കാൻ തുടങ്ങിയാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. ബട്ട് ലിമിറ്റ്ലെസ് ആയിട്ട് ഈച്ച് ആൻഡ് എവരി. ഞാൻ ചുരുക്കി തന്നെ പറയാം. മൈക്കിൾ ജാക്സൺ നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. കേരളത്തിലെ എല്ലാവർക്കും, ഡാൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മൈക്കിൾ ജാക്സൺ ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് അത്ര വലിയ ഇൻസ്പിറേഷൻ അല്ലായിരുന്നു. ഞാനത് കുറ്റമായിട്ട് പറയുകയല്ലത്. എനിക്ക് മൈക്കിൾ ജാക്സൺ അതിൻ്റെ നല്ല സിംഗറായിട്ട് കാണാൻ ഇഷ്ടം. ഡാൻസ് ചെയ്യുന്ന സിംഗർ. അതേ ഒരിക്കലും ഒരു പ്രഭുദേവ മാഷിനെ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മൈക്കിൾ ചേംബർ ഷ്രിമ്പിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ആളിനെ പോലെയുള്ള ഒരു ഡാൻസ് മാസ്റ്റർ അല്ല അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ കാലഘട്ടം. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. ഞാനും പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യിക്കുമായിരുന്നു. ഞങ്ങളെ മീൻസ് എന്നെയൊക്കെ
ആ കാലഘട്ടത്തിൽ. ഇങ്ങോട്ട് എന്താ പഠിപ്പിക്കുന്നത്? ബ്രേക്ക് ഡാൻസ്. ആരാ അതിൻ്റെ ആൾ? മൈക്കിൾ ജാക്സൺ. ആ പേരപ്പോൾ വായിൽ വരുള്ളൂ, അത് അറിയാവോ? ഈ മൈക്കിൾ ചേമ്പർഷൻ എന്നൊക്കെ പിന്നെ പഠിച്ചു തുടങ്ങിയത്. ഞങ്ങൾക്ക് അന്നേ ബ്രേക്ക് ഡാൻസിൻ്റെ കാസറ്റ്സ് കിട്ടി തുടങ്ങിയായിരുന്നു. കേരളത്തിൽ പല ഭാഗത്തും മൈക്കിൾ ജാക്സൻ്റെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ബ്രദറും ബ്രേക്ക് ഡാൻസ് യു എസിലെ സ്ട്രീറ്റിൽ കളിക്കുന്ന ബ്രേക്ക് ഡാൻസേഴ്സിൻ്റെ ലോക്കൽ പീപ്പിൾ കളിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ അത്ഭുതവും തോന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, ഞാൻ കുറവായിട്ട് പറയുകയല്ല അത്. പക്ഷേ ഞങ്ങൾക്ക് വെളിയിൽ പറയുമ്പോഴോ അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൻ്റെ മൂന്ന് വാക്ക്, അദ്ദേഹത്തിൻ്റെ ട്വിസ്റ്റ് ടേൺ, അല്ലെങ്കിൽ പല സാധനങ്ങളും ഇപ്പോഴും വേറെ ആർക്കും ചെയ്യാൻ സാധിക്കാൻ പാട് തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ സമയത്ത് അതിനേക്കാൾ നല്ല സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നും എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഇൻസ്പിറേഷൻ മൈക്കിൾ ജാക്സൺ തന്നെയാണ്. എൻ്റെ അടുത്ത് അത് നല്ലൊരു സിംഗറാണ്, നന്നായി ഡാൻസ് ചെയ്യുന്ന സിംഗർ. ബ്രേക്ക് ഡാൻസിനകത്ത് കുറച്ച് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നില്ലെന്നല്ല, പക്ഷേ ബ്രേക്ക് ഡാൻസ് അതിന് മുന്നേ ഉണ്ട്. അതിനകത്ത് വേറെ കുറേ ഇദ്ദേഹത്തിനെ പഠിപ്പിച്ച ഒരു ബ്രേക്ക് ഡാൻസ് മാസ്റ്ററാണ്. മൈക്കിൾ ജാക്സൺ ഒരു മാസ്റ്ററുണ്ട്. മോൺ വോക്കും മൈക്കിൾ ജാക്സൻ്റെ റോബോട്ടിക്സ് ഒക്കെ വേറെ സാറ് പഠിപ്പിച്ചതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആ പുള്ളിക്കാരൻ്റെ ബ്രേക്ക് ഡാൻസറാണ്. നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു മൈക്കിൾ സ്ട്രീം ബൂളു ചേമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് മൈക്കിൾ ജാക്സനെ റോബോട്ടിക്സ് ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൈക്കിൾ ജാക്സൺ ഇൻവെൻറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റും. പക്ഷേ മൈക്കിൾ ജാക്സൺ അതിനൊരു സ്റ്റൈൽ കൊണ്ടുവന്നു. മൈക്കിൾ ജാക്സൻ്റെതായ ഒരു സ്റ്റൈൽ, ഒരു ഫാസ്റ്റ്. മറ്റേ ബ്രേക്ക് ഡാൻസിലെ മൂൺ വോക്കും മൈക്കിൾ ജാക്സൻ്റെ മൂൺ വോക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് പക്ഷേ മൈക്കിൾ ജാക്സൺ എന്ന് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മൂൺ വോക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് മൈക്കിൾ ജാക്സനെയാണ്. പക്ഷേ ആക്ച്വലി അത് മൈക്കിൾ ജാക്സൻ്റെതല്ല. അത് വേറൊരു സാറ് മൈക്കിൾ ജാക്സനെ പഠിപ്പിച്ചതാണ്. പക്ഷേ മൈക്കിൾ ജാക്സൻ്റെ സ്റ്റൈലിലേക്ക് അത് മാറ്റി. അതിപ്പോഴും അതിന് ഭംഗിയുണ്ടെന്ന്. കാര്യം വേറെ ആരും ചെയ്താൽ നമുക്കത് ആ ഒരു ഭംഗി നമുക്കത് കാണാൻ പാടാണ്. ഇത് ഞാനീ പറഞ്ഞ നമ്മൾ 82 കാലഘട്ടം ഞങ്ങൾക്ക് ഇത് കിട്ടി തുടങ്ങിയത്. അപ്പോൾ നമ്മളത് പഠിക്കേണ്ട സോഴ്സ് ഇല്ല, ടി വികളില്ല, നമുക്കത് കാണുന്ന ഇൻ്റർനെറ്റ് പോയിട്ട് നമുക്കൊരു നല്ലൊരു എനിക്കൊന്ന് ഏഷ്യാനെറ്റിന് ശേഷമാണ് ടി വി കേരളത്തിൽ വന്നു തുടങ്ങിയത്. അന്ന് ഗൾഫുകാരുടെ വീട്ടിൽ മാത്രമേ ഏതെങ്കിലും ടി വി ഉണ്ടാവുള്ളൂ. അന്ന് സീരിയലുകളില്ലാത്തതുകൊണ്ട് നമ്മൾ കിട്ടുന്നൊരു കാസറ്റ് കൊണ്ട് ഓരോ വീട്ടിലും അലയും ഇതൊന്ന് കണ്ടോട്ടെ എന്നാണ്. അങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ റിമോട്ട് തന്നെ വേറെ കൊടുത്തുള്ള റിമോട്ടാണ്. അതിനടുത്തിരുന്ന് അതിൻ്റെ എന്താ പറയുക ഒരു മൂമെൻറ്റ്സ് തേയുന്നവരൊക്കെ നമ്മുടെ കണ്ണിൽ അത് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻ്റാണ് എൻ്റെ ബ്രദർ. അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാനിത് എൻ്റെ വീട്ടിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ പുള്ളി കണ്ട് തുടങ്ങിയതുകൊണ്ട് പുള്ളിക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം കറക്റ്റായി പുള്ളി അത് അബ്സർവ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന്. രണ്ടാമത് വന്നിട്ട് നമുക്കിപ്പോഴും ഒരു ഗ്രാമത്തിൽ ചെന്ന് ചോദിച്ചാൽ ബ്രേക്ക് ഡാൻസ് ആയിരുന്നു ചോദിച്ചാൽ ഒരിക്കലും മൈക്കിൾ ചേമ്പർഷൻ ഒന്നും ആർക്കും അറിയത്തില്ല. അവർക്ക് മൈക്കിൾ ജാക്സൺ അറിയാം. വെസ്റ്റേൺ ഡാൻസ് എന്തെന്ന് ചോദിച്ചാൽ എത്ര പേർക്കറിയാം? സിനിമാറ്റിക് ഡാൻസും വെസ്റ്റേൺ ഡാൻസിൻ്റെ വ്യത്യാസം ചോദിച്ചാൽ എത്ര പേര് പറയും? നിങ്ങൾ കളിക്കുന്ന ഒരു ഡാൻസിന് ഇംഗ്ലീഷ് പാട്ടിട്ട് അത് വെസ്റ്റേൺ ഡാൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. തമിഴ് പാട്ടിട്ട് അതിനെ സിനിമാറ്റിക് എന്ന് പറയും. ഒരു ഹിന്ദി പാട്ടിട്ട് അതിന് അതേ സാധനം തന്നെ ആയിരിക്കും, അതിനെ ബോളിവുഡ് സ്റ്റൈൽ എന്ന് പറയും. ഞങ്ങൾ കുറച്ച് പേര് പഴയ സീനിയേഴ്സാണ്, ഞങ്ങൾക്കത് കുറേ അറിയാം. അങ്ങനെ അത് പറയുന്നത് വരുന്നല്ല. അത് മൈക്കിൾ ജാക്സൺ ഒരു കോൺട്രിബ്യൂട്ടറാണ്, സ്റ്റാർട്ടറല്ല. ഈ മൂൺ വോക്ക് മൈക്കിൾ ജാക്സന്റെ അല്ല എന്നുള്ള ഞാനും ഇപ്പോഴാട്ടോ അറിയാം. അതെ, നിങ്ങൾക്ക് മാത്രമല്ല അറിയില്ലെന്നുള്ളതാണ്. മൂൺ വോക്ക് അധികം മുമ്പ് ബ്രേക്ക് ഡാൻസിലുണ്ട്. പിന്നെ ജാക്സന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാക്സനും പാടി ഒപ്പം ഡാൻസ് ചെയ്യും. അത്ര കഴിവ് പ്രഭുദേവൊക്കെ അല്ലെങ്കിൽ വേറെ ആൾക്ക് കിട്ടിയിട്ടില്ല. അതാണ് അയാളുടെ കഴിവ്. എന്ന് വെച്ചാൽ പാട്ടും ഡാൻസും കൂടെ ഒരേപോലെ അത്ര സ്റ്റൈൽ ഒപ്പിക്കാൻ നമുക്ക് പകരം വെക്കാൻ ആളില്ല. അതാണ് അയാളുടെ കഴിവ്. എനർജി, പാട്ടും ഡാൻസും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട്. നമ്മൾ പാട്ട് പാടിയ ഡാൻസ് ഉണ്ടാവില്ല, ഡാൻസ് കളിച്ചാൽ പാട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പകരം വെക്കാൻ ഒരാളില്ലാത്തൊരു വ്യക്തി മൈക്കിൾ ജാക്സൺ തന്നെ. സ്റ്റൈല് കൊണ്ടുപോകുന്നില്ല ചെയ്യുന്നതിനൊക്കെയുള്ള ക്ലാരിറ്റി. അത് മൂൺ വോക്ക് ബ്രേക്ക് ഡാൻസിൽ ഉണ്ടെങ്കിലും ഇയാൾ വന്നപ്പോൾ വേറെ സ്റ്റൈലായി. ഇയാൾ ആ സ്ലിം ബോഡി ചെയ്യുമ്പോൾ എനർജിയാണ് പ്രസന്റേഷന് ഒന്നും പറയാനില്ല. ഒരു 5-6 സ്റ്റെപ്സ് അദ്ദേഹം ചെയ്യുന്നുള്ളൂ. നമ്മൾ ടോട്ടൽ അദ്ദേഹത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ്, പക്ഷെ അത് വേറെ ആരും ചെയ്താൽ ആ ഭംഗി കിട്ടുന്നില്ല എന്നുള്ളതാണ്. വിത്ത് സോങ്ങിൻ്റെ സ്റ്റോപ്പും സോങ്ങിൻ്റെ ചില ഹൈ പിച്ചും, ആ ഹൈ പിച്ചിനനുസരിച്ച് ബോഡി അങ്ങനെ റിയാക്ട് ചെയ്താലേ അത് ആ ശബ്ദം പുറത്ത് ആ രീതിയിൽ വരുള്ളൂ. അപ്പോൾ അതിനകത്ത് റിസർച്ച് ചെയ്തിരിക്കുകയാണ്. അത് ഹീസ് സച്ച് എ ഡെഡിക്കേറ്റഡ് പേഴ്സണാലിറ്റി. ഇന്നും മൈക്കിൾ ജാക്സൺ പ്രാക്ടീസ് ചെയ്യാൻ ഫോളോ ചെയ്യുന്ന 1 to 8 ആണ് ഫുഡ് ലൂസേഴ്സ് ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ പക്ഷേ ആ 8 ഫോളോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മീൻസ് ഞാനും അനീഷും ബൂമേഴ്സും. എനിക്ക് മൈക്കിൾ ജാക്സനെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുന്നേ കുറച്ചുകൂടെ പുറകോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം. വേറൊന്നുമില്ല, പണ്ട് ലോസ് ഏഞ്ചൽസിൽ നിന്ന് മൈക്കിൾ ജാക്സൻ്റെ ഫാമിലി ഈ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ സ്ട്രീറ്റിൽ ഇൻഡിവിജ്വലി വീട്ടിൽ നിഷേധികളായ കുട്ടികളെ 18 വയസ്സിൽ ഇറക്കി വിടുമ്പോൾ അവരുടെ ലവ്ലി ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടെ അമ്മ എടുത്ത് പുറകെ കൊടുക്കും.
അപ്പോൾ അതും കൊണ്ട് വന്ന് പാർക്കിൽ ഇരുന്നിട്ട് അവൻ ഒരാൾ ഗിറ്റാറായിരിക്കും, ഒരാൾ പാട്ടായിരിക്കും, ഒരാൾ ഡ്രംസ് ആയിരിക്കും. ഇതിന് അവൻ ഹാറ്റ് ഒരു തലയിലിടുമ്പോൾ അതിൽ ഷില്ലിങ് വീഴും. ആ ഷില്ലിങ് അവൻ്റെ സാൻഡ്വിച്ച് മണിയാണ്. പിന്നെ അവൻ അതേ വീട്ടിൽ അപ്പനൊപ്പം കിടക്കണമെങ്കിൽ അവന് ഒരു വീക്കിലി അവൻ വാടക കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഈ ബാൻഡിൻ്റെ ഈ പബ് കൾച്ചർ വിദേശങ്ങളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫാമിലി മൊത്തം അവർ ഡാൻസിലേക്ക് വരുന്ന സമയത്ത് അവർ സ്ട്രീറ്റിൽ നിന്ന് വളരെ ലോ ലെവലിൽ നിന്നും ഇന്ന് പ്ലാനറ്റ് അറിയപ്പെടുന്ന ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയായും സ്റ്റിൽ ഈവൻ ദോ ഹി ഈസ് നോട്ട് അലൈവ്, സ്റ്റിൽ ഹി ഈസ് ദ notoriously famous personality in the world having this much fan base. അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഹാർഡ് വർക്ക് തന്നെ. ആ ഒരു ഗ്രാഫാണ് ലോകം മൊത്തം. വെസ്റ്റേൺ മൂവ്സ് സമ്പന്നനെ മാത്രം ചെയ്യാനുള്ളതല്ല, അത് ഇല്ലാത്തവനും ചെയ്യാൻ പറ്റും. ആ മ്യൂസിക് അനുസരിച്ച് മൈക്കിൾ ജാക്സന്റെ ചില പാട്ടുകൾ എൻ്റെ ബ്രദർ എടുത്ത് കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ സ്റ്റിൽ ദേ റെസ്പെക്ട് മൈ ബ്രദർ. ദാറ്റ്സ് വൈ ഐ ആം സേയിങ്. ചെയ്യുമ്പോൾ ആ പാട്ട് സ്റ്റുഡിയോയിൽ പാടി അത് എനിക്ക് വേണ്ടിയാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് അനീഷ് അതിൽ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ അത് ബിൽബോർഡിൻ്റെ ഫസ്റ്റ് 10ൽ വന്ന പാട്ടായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ദിസ് സോങ് വാസ് സങ് ഫോർ മീ ആൻഡ് ഐ എം ഗോയിങ് ടു പെർഫോം. പലപ്പോഴും ഉള്ള കാര്യം പറയാം, പലപ്പോഴും ഈ ഫിലിമിലൊക്കെ വരുന്ന പാട്ടുകളുടെ കൊറിയോഗ്രാഫി ഒരു പാടി കടത്തി വെട്ടി ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കോൺഫിഡൻറ്റ് ഞങ്ങൾക്ക് ഇന്നും ഉണ്ട്. മനസ്സിലാവും. ഡാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്ലഡിലുള്ളതാണ്. അത് ഞങ്ങൾ മരിച്ച് കിടക്കുന്ന സമയത്ത് ഒരു വേവ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. അത് സംശയമില്ലാത്ത കാര്യം. വേറൊന്നുമില്ല, അതിൻ്റെ ഒരു ഹരം. അതിൻ്റെ ഒരു ഹരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡിസ്റ്റൻസാണിത്. ഇത് തൊട്ടടുത്ത് നിന്ന് ക്ലബിൽ ഡാൻസ് ചെയ്യുന്ന പോലെ അല്ല. ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ കാലൊരു പ്രത്യേക മൂവിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സ്റ്റേജ് നമ്മളവിടെ നിൽക്കുന്ന സ്റ്റേജ് ഇങ്ങനെ മൂവ് ചെയ്യണ പോലെ ഈ ഓഡിയൻസിന് തോന്നും. വേറെ ഈ കാറ്റ് വാക്ക്, ഡക്ക് വാക്ക്, ഇങ്ങനെ കുറേ വാക്കുകൾ, ഈ 10-36 വാക്കുകൾ തന്നെയുണ്ട് ഇതിനകത്ത്, ട്വിസ്റ്റും ടൈമും ഒക്കെ. ഇതൊക്കെ ഞങ്ങൾ അക്കമിട്ട് ടൈലറിങ്ങിന് നീഡിൽ വർക്ക് പഠിപ്പിക്കുന്നത് പോലെ അക്കമിട്ട് എഴുതി ഒരെണ്ണം വെളിയിലോട്ട് തെറിക്കാതെ എല്ലാത്തിനെയും കൃത്യമാക്കി സിലബസ് ആക്കി പഠിപ്പിച്ചവരാണ് ഇരിക്കുന്നവരെല്ലാവരും. ഷെൽട്ടൺ ചേട്ടനോടാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ ഈ റോബോട്ടിക് മൂവ്മെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചേട്ടനായിരുന്നു. അതൊരു ശരിയായ അതല്ല. എന്താന്ന് വെച്ചാൽ ആരും ഞാനായിട്ട് അങ്ങനെ ഒന്നും ചെയ്തതല്ല. എന്നാ വെച്ചാൽ ഓൾ കേരള ബ്രേക്ക് ഡാൻസ് കോമ്പറ്റീഷൻ ഇവരാണ് പറഞ്ഞിട്ടുണ്ട്. ഈ ബാബു ഇതാണ് ബാബു ഇതാ റോബോട്ടിക്കിന്. എന്താ വെച്ചാ കാരണം ഞാൻ അധികം മൂവ്മെന്റ് ഒന്നും കാണിച്ച, പക്ഷെ ഇവര് ഞങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ പലരും ചെയ്യുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ബ്രദർ ചെയ്യുമായിരുന്നു, ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഷെൽട്ടൻ തന്നെയായിരുന്നു. ഞാനത് അന്നും പറഞ്ഞു, 10-30 വർഷം കഴിച്ചു ഇന്നും പറയുന്നു. ചെറിയൊരു തിരുത്തം, അന്നൊരു ഭംഗി തന്നെയായിരുന്നു. അതിന് ചെറിയൊരു തിരുത്തുണ്ട്. സ്റ്റേജിൽ വന്ന സ്പ്രിങ് കണക്ക് ബാക്കും ഫ്രണ്ടും ഡൈവ് ചെയ്യുന്നത് ബാബുവാണ്. പറയുമ്പോൾ എല്ലാം പറയണം. പക്ഷെ ഇദ്ദേഹം നെവർ എൻഡിങ് റോബോട്ടിക് മൂവ്മെന്റ്സ് ആയിരുന്നു. അപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കുറെ കൂടെ എല്ലാരും ഏറ്റെടുത്ത ഒരു ഡാൻസ് ഫോമും കൂടെയാണ് ഈ റോബോട്ടിക് ഡാൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതന്നുണ്ട്, ആൾക്കാർ ചെയ്യാൻ പറ്റാണ്ടായിട്ടാണ് ചെയ്യാത്ത. അന്നുണ്ട്, അന്ന് പോപ്പിംഗ് ഉണ്ട്, റോബോട്ടിക് ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ മീഡിയ കംപ്ലീറ്റ് ചാനലിൽ എന്ത് വേണമെങ്കിൽ ഉണ്ടല്ലോ. അന്ന് അങ്ങനെ ഇല്ല. പക്ഷെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഡാൻസ് പഠിച്ചാൽ എന്തും ചെയ്യാം. അതായത് അതിൽ നിന്ന് ആ ബ്രേക്ക് ഡാൻസിന് വിട്ടു. ഈ കഥകളി വേറെ കഥ എടുത്തിട്ട് ഇംഗ്ലീഷ് കഥയൊക്കെ എടുത്തിട്ട് കഥകളി കളിക്കുന്നുണ്ട്. പക്ഷെ ആ കഥകളിയിൽ നിൽക്കണം എന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും ബ്രേക്ക് ഡാൻസ് ആയാൽ കുഴപ്പമില്ല. അതേപോലെ നമുക്ക് റോബോട്ട് എന്ത് വേണമെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ റോബോട്ടിക് മൂവ്മെന്റ് ആയിട്ട് കാണിക്കാം, എന്ത് വേണമെങ്കിൽ കാണിക്കാം. അപ്പൊ അന്ന് അത് കാണിച്ച് ഇവർക്ക് ഇഷ്ടമായി എന്നുള്ളതാണ് അന്ന് കാണിച്ചത്. അത് മാത്രമല്ല ഞാൻ കാണിച്ചത്, പക്ഷെ ഇവർക്ക് ഇഷ്ടമായത് അതായതുകൊണ്ടാണ് അവരത് എപ്പോഴും പറയണമെന്നുള്ളത്. ഞാൻ കുറേ ഇഷ്ടം പോലെ വേറെ സ്റ്റെപ്പുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ജഡ്ജിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത്, എനിക്ക് മാർക്ക് കിട്ടിയത് റോബോട്ടിക് ഡാൻസിനല്ല, ബ്രേക്ക് ഡാൻസ്. അതിലല്ല, റോബോട്ടിക് ഡാൻസിൽ പെടാണ് അതൊക്കെ. പക്ഷെ അതിൽ കട്ടിങ് എന്നുള്ള സ്റ്റെപ്പ് ഉണ്ട്, അതിലാണ് കൂടുതൽ മാർക്ക് വീണത് എനിക്ക്. റോബോട്ടിക് ഉണ്ടെങ്കിലും കട്ടിങ് എന്നുള്ള മൂവ്മെന്റ് ഉണ്ട് ഷെൽട്ടന് കൂടുതൽ മാർക്ക് വീണെന്ന് പറഞ്ഞു. അതെ, ആ മൂവ്മെന്റ് അയ്യോ അത് കാണിക്കാൻ മനസ്സിലാവാൻ വേണ്ടി കട്ടിങ് എന്ന് പറയുമ്പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറ്റുമോ ഈ കാലങ്ങളായി ചെയ്തിട്ട് ഇവിടെ അതൊന്നും ഓക്കെ ഈ കട്ടിങ് അത് റോബോട്ടിന്റെ മ്യൂസിക്. അത്
ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താണ്. ഇപ്പം എൻ്റെ പ്രായം അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. ഫുൾ ടൈം ഇങ്ങനെ കട്ടായി കൊണ്ടിരിക്കുകയാണ് ബോഡി. ഇങ്ങനെ അടിപൊളി. പ്രാക്ടീസ് ഇല്ല. ആ. അപ്പൊ ഈ പഴയ അന്നത്തെ കാലത്ത് ഡാൻസ് പഠിക്കാനായിട്ട് തന്നെ ശരിക്കും എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പം ഈ ടി വിയുടെ കാര്യമൊക്കെ പറഞ്ഞു, മിക്ക വീടുകളിലും ടി വി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങൾ ഡാൻസ്? ഇപ്പം നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കണ്ടൊക്കെ പഠിക്കണമല്ലോ. കണ്ടു പഠിക്കുന്ന തന്നെയാണ്. അത് എന്തായിരുന്നു അതിനുവേണ്ടി ചെയ്യുന്നത്? VCR ഓരോ VCR ഉള്ള കൂട്ടുകാരുടെ വീട്ടിലും ആൾക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ട് കാണുക, കാസറ്റ് എടുത്ത് കാണുക. ബ്രേക്ക് ഡാൻസിൻ്റെ കാസറ്റ് ഉണ്ട്, ബ്രേക്ക് ഡാൻസ് മൂവിയാണല്ലോ, അതിൻ്റെ കാസറ്റ് ഉണ്ട്. അതന്നെയാണ് കണ്ട് കൂടുതൽ കണ്ടായിരുന്നു. പിന്നെ ഓരോ സ്റ്റെപ്പുകൾ പിന്നെ ഞങ്ങൾ കാണുന്നത് അതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലെന്ന്. ഇവരായാലും ഞങ്ങളായാലും എല്ലാവരായാലും, ജോൺസൺ മാഷായാലും എല്ലാവരായാലും ഈ ബ്രേക്ക് ഡാൻസിൻ്റെ കാസറ്റിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുക. ഫാസ്റ്റ് ഫോർവേഡ്, ബ്രേക്ക് ഡാൻസ്, അങ്ങനെ കുറേ മൂവീസ് കണ്ട് പിന്നെ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് ഇഷ്ടമനുസരിച്ച് സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെ വരും, എന്ത് വേണമെങ്കിൽ ആവാം. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഫുഡ് ലൂസേഴ്സിനെ സംബന്ധിച്ച് ചേട്ടായിയാണ് ആദ്യം തുടങ്ങിയത്. തുടങ്ങിയ സമയത്ത് ചേട്ടായി ശരിക്കും പറഞ്ഞാൽ ഒരു അക്രോബാറ്റിക് ആവാനുള്ള ഐഡിയ ആയിരുന്നു. ജിംനാസ്റ്റ് ആയിരുന്നു, സ്റ്റണ്ടുകാരനാവാൻ മനസ്സുള്ള ഇതായിരുന്നു. അതിനുകൊണ്ട് എല്ലാ മാർഷൽ ആർട്സും പഠിച്ച് ബൈക്ക് ജമ്പിങ് അടക്കമുള്ള സാധനങ്ങൾ പഠിച്ചു വെച്ചിരുന്ന ആളാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുറച്ച് ഈ ഡിസ്കോ ഡാൻസ്, കമലഹാസൻ്റെ കുറച്ച് ഡാൻസ്, ആനന്ദ് ബാബു എന്നുണ്ട് തമിഴ്നാടൻ്റെ ഡാൻസ്, ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് നല്ല ഫ്ലെക്സിബിൾ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടപ്പോൾ ചേട്ടന് അതിലോട്ടൊരു താല്പര്യം തോന്നി. ചേട്ടൻ അത് പഠിക്കാൻ തുടങ്ങി. അത് പഠിച്ചപ്പോൾ ഡൈവും ഒരു സൈഡിൽ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത്, അതുപോലെ ഇങ്ങനത്തെ മൂവ്മെൻറ്റ് തുടങ്ങി. അത് ജസ്റ്റ് ഡിസ്കോ പോലെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളൊരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് ഒരു കാസറ്റ് കൊണ്ടുവന്നു. ആ സമയത്ത് VHS ആണ്, VHS കാസറ്റാണ്. അതിൻ്റെ പേര് ബ്രേക്ക് ഡാൻസ് ഇൻ USA എന്നാണ്. ഒരു കാസറ്റ് കൊണ്ടുവന്നു. പുള്ളി ഒറ്റയ്ക്ക് വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുവാണ്. പുള്ളിക്കാരൻ്റെ പേര് അനിൽ ബോസ് എന്നാണ്, ഇപ്പം ബ്രിഗേഡിയറാണ്. അപ്പോൾ പുള്ളിക്കാരൻ വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ പരിസരത്താണ് പുള്ളിയുടെ വീട്, നെയ്ബറാണ്. അപ്പോൾ പുള്ളി ഒരു ദിവസം പുള്ളിയുടെ മുറ്റത്തൊരു സ്ലാബ് ഉണ്ട്, മാൻഹോളിൻ്റെ സ്ലാബ്. ആ സ്ലാബിൻ്റെ മേളിൽ നിന്നിട്ട് പുള്ളി കുറച്ച് ബ്രേക്ക് ഡാൻസ്, കുറച്ച് മൂൺ വോക്ക്, സ്റ്റോപ്പ് മൂൺ വോക്ക്, കുറച്ച് ഫ്ലെക്സിബിൾ മൂവ്മെൻ്റ് കീപ്പറായിട്ട് ഇരിക്കുകയാണ്. അത് വിക്കറ്റ് കീപ്പറായിട്ട് ഇരിക്കുകയാണ്. പുള്ളി ഇപ്പോൾ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ അങ്ങനെ കുറച്ച് മൂവ്മെൻറ്റ് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമായിരുന്നു. പോയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് സെക്കൻഡ് നിന്ന് വേറെ ലെവൽ നമ്മൾ ചെയ്തുകൊണ്ടെങ്കിൽ ഡിസ്കോ അല്ല. ഞാൻ പതിയെ നടത്ത സ്ലോ ആക്കി. പിന്നെ അടുത്ത എന്ത് മൂവ്മെൻറ്റ് ചെയ്യണം, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിൽക്കും, പിന്നെ പെട്ടെന്ന് നിൽക്കും. അപ്പോൾ ഞാൻ അവനെ പരിചയപ്പെട്ടു. പോയി അങ്ങോട്ട് പരിപാടി ഞാൻ ചേച്ചി ചെയ്യുന്ന മൂവ്മെൻറ്റ് ഭയങ്കര ഡിഫറൻ്റ് ആണല്ലോ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഞങ്ങൾ രണ്ടും പരിചയപ്പെട്ടപ്പോഴാണ് പുള്ളി പറഞ്ഞ് എൻ്റെ കയ്യിൽ കാസറ്റ് ഉണ്ട്, ആ കാസറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ആ കാസറ്റ് എടുത്ത് നമ്മൾ എവിടെയെങ്കിലും VCR VHS VCP കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്നു. അവസാനം ഒരിടത്തുനിന്ന് വാടകയ്ക്ക് എടുത്ത് ഈ കാസറ്റ് ഇട്ട് കണ്ടു. അന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിസ്കോ ആ ഡാൻസ് ലെവലിൽ നിന്ന് ബ്രേക്ക് ഡാൻസിലേക്ക് ഞങ്ങൾ ചേഞ്ച് ആയത് ഒരൊറ്റ കാസറ്റാണ്. ആ കാസറ്റിൻ്റെ കോപ്പി ഞങ്ങൾ എടുത്തു വെച്ചു. എന്നും ആഹാരം കഴിക്കുന്ന പോലെ 3 നേരം കാണുക. ഇഷ്ടം പോലെ സ്റ്റെപ്സ്, എനിക്ക് ഇഷ്ടം പോലെ ബ്രേക്ക് ഡാൻസ് സ്റ്റെപ്സ്, വെറൈറ്റി ഫോർമേഷൻസ്, ബ്രേക്കിന്, അങ്ങനെ എല്ലാം ഉണ്ട്. അതോടുകൂടി നമ്മൾ പിന്നെ പ്രാക്ടീസ് അതിലോട്ടായി. ശരിക്കും അല്ലേ, അതാണ് ശരിക്കും ബ്രേക്ക് ഡാൻസിന് നമ്മുടെ സ്റ്റാർട്ടിങ്. ആ സമയത്ത് ഈ കാസറ്റ് വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല, വേറെ എവിടെയൊക്കെ ബ്രേക്ക് ഡാൻസ് ഉണ്ടെന്ന് അറിഞ്ഞൂടാ, കിട്ടിയിട്ടില്ല. ഞാനത് കൊടുത്തത്, അതിനുശേഷം ഞാൻ കൊടുത്തത് നമ്മുടെ ഈ സിനിമയുടെ കൊറിയോഗ്രാഫർ ശ്രീജിത്ത് മാഷിനാണ് ഞാനത് കൊടുത്തത്. അതിനുശേഷം കൊടുത്തത് 20 വർഷം മുന്നേ ഞാൻ തോന്നുന്നു. അപ്പോൾ എല്ലായിടത്തും ഡിസ്കോ ആയിരുന്നു ആ സമയത്ത്. ഡിസ്കോ ആ ഒരു ടൈപ്പ് ഇതൊക്കെ ആയിരുന്നു, റോക്ക് ആൻഡ് റോള്. ശരിക്കും അതേ ഈ സിനിമയ്ക്കകത്ത് ആക്ച്വലി ഞങ്ങളുടെ ഇരിക്കുന്ന ഇനിയും കുറച്ച് പേരുണ്ട്, വരാത്ത കുറച്ച് പേരുണ്ട്, പങ്കെടുത്ത കുറച്ചുണ്ട്. ഞങ്ങളുടെയൊക്കെ, ഞാൻ അറിഞ്ഞിടത്തോളം ശരിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിത കഥ എടുത്ത് മിക്സ് ചെയ്ത്. ഇപ്പം ഞാനൊരു സ്റ്റോറി പറഞ്ഞില്ലേ, ഇതേപോലെ കുറേ സ്റ്റോറീസ് ഉണ്ട് നമ്മുടെ ലൈഫിനകത്ത്. ഇത് രസമുള്ളതും ടെൻഷൻ അടിച്ചതും കരഞ്ഞതും വിഷമിച്ചതും ഒത്തിരി സ്റ്റോറീസ് ഉണ്ട്. ഈ സ്റ്റോറീസിൻ്റെ ഏകദേശം ഒരു കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ഡയറക്ടർ ഞങ്ങളിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ അത് അദ്ദേഹം വെച്ച് അതിനെ ഇത് ചെയ്ത് ഓൾട്ടർ മിക്സ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സിനിമ ആയിരിക്കും ഇത് എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നിങ്ങൾ കണ്ടോ ആരെങ്കിലും സിനിമ? ഇല്ല, ഇതിൻ്റെ ട്രയലർ കണ്ടപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി, കാര്യം ഇതിനകത്തുള്ള കുറേ കാര്യങ്ങൾ. എൻ്റെ റൈറ്റ് ലെഗ് ഒടിഞ്ഞ് ഞാൻ 6 വർഷം കാലിനകത്ത് കമ്പി ഇട്ടിരുന്നു. ഡാൻസിനകത്ത് പറ്റി തന്നെയായിരുന്നു. 30 ദിവസം മെഡിക്കൽ കോളേജിൽ കഴിക്കാൻ വേണ്ടി നടന്നു. ഇതിൽ നായകൻ്റെ കൈയൊടിയുന്നുണ്ട്. ഈ 6 വർഷം ഇപ്പോൾ ഡാൻസ് കളിച്ചിട്ടില്ലേ? ഇരുന്നും കൊണ്ട്, കസര ഇരുന്നും കൊണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കാണിക്കാൻ എനിക്ക് വലിയ പാടില്ല. ഞാൻ എന്ന് നടന്നു തുടങ്ങിയോ അന്ന് ഞാൻ ഡൈവ് ചെയ്ത് തുടങ്ങി. ഒരു 80 days ബെഡ് റെസ്റ്റ് ആയിരുന്നു വീട്ടിൽ. പറഞ്ഞ വിശ്വസിക്കില്ല, സ്റ്റേജിന്റെ റാമ്പിൽ നിന്ന് ചാടി കോക്പിറ്റിൽ പോയിരുന്നു. കാലത്തിന് ശേഷവും ഞാൻ ആ സമയത്ത് 3 പടങ്ങൾ ചെയ്തിരുന്നു. ആചാര്യൻ, അങ്ങനെ കുറേ സിനിമകൾ അതൊക്കെ ഞാൻ ചെയ്തു. കാരണം നമ്മൾ കിടന്നാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, എനിക്ക് മനസ്സിലായിരുന്നു.
പിന്നെ കൂടെ വന്നിട്ട് എൻ്റെ ലവ് മാരേജാണ്. എൻ്റെ ഒരു അഫെയർ പോലും ബസ്സിനകത്ത് വെച്ചിട്ടായിരുന്നു. ഈ സിനിമയ്ക്കകത്ത് ഒരു ബസ് പ്രണയമുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഞാനുണ്ടെന്നുള്ള ഉറപ്പാണ്. അതാണ് ഞാനെന്ന് എനിക്ക് പറയാൻ ഒക്കത്തില്ല. ബട്ട് കൊച്ചിലെ അറിയാമെന്നുള്ളത് ഇതിനകത്തുള്ള ഹീറോയുടെ ഫേസ് കട്ട് എന്ന് പറഞ്ഞാൽ ചേട്ടായിയുടെ പഴയ കാലത്തെ ഒരു മുഖമാണ്. ഇപ്പോഴത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. ബാക്കിലെ പുള്ളിയുടെ മുഖം ആ സൈഡിലോട്ട് നോക്കിയിട്ട് അദ്ദേഹത്തിന് അതേപോലെ പണ്ടത്തെ ഒരു ഫോട്ടോ ഇതേപോലെ കേളി ഹെയർ ആയത്. ഇതുപോലെ മുടിയുള്ള രണ്ടുപേരെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നുള്ളൂ. ഒന്ന് മിസ്റ്റർ ടോം, അതിൽ നിന്ന് വന്നിട്ടില്ല. ഒരു ടോം ആൻ്റണി എന്നൊരാളും, പിന്നെ ഞാൻ. മുടി ഇങ്ങനെ കുറച്ചിങ്ങനെ വെച്ച് സ്റ്റൈൽ കിടക്കുന്ന ഈ സിനിമയിൽ ഇവർക്ക് വേണ്ടി മുടി ചെയ്തത് പോലും എനിക്ക് മുടി വെട്ടിയ ആളാണ്. വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യനെ കൊണ്ടുവന്നു നമ്മുടെ ഡയറക്ടർ. എന്നോ എനിക്ക് മുടി വെട്ടിയ ആളുണ്ട്, ബാബുവിനെ. പുള്ളി പക്ഷേ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ബാബുവിനെ കൊണ്ടുവന്ന് ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞു ഡിസ്കണ്ടിന്യൂ. ഇപ്പൊ ഇതില് ഈ ബാബു മാഷ് പറഞ്ഞാൽ ഈ ട്രെയിലറിലെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ ഇപ്പൊ മാഷിന് കണക്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നു? എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ വീഡിയോ കാസറ്റ് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. അന്ന് റോക്ക് ആൻഡ് റോളിൽ നിന്ന് സാധനം ചേഞ്ചായി റെക്കോർഡിൻ്റെ കാലഘട്ടമാണ്. ഈ വീഡിയോ കാസറ്റ് ഒന്നും ഇറങ്ങിയിട്ടില്ല. ആ സമയത്താണ് നമ്മൾക്ക് ഇങ്ങനെ ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന സംഭവം വിദേശത്ത് ഇറങ്ങിയിരുന്നത് കേട്ടിട്ടുണ്ട്. അതിന് വേവ്സ് ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ കാണാനാ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒന്നും കാണാണ്ട് ഞങ്ങൾ ഈ വേവ്സ് പ്രാക്ടീസ് ചെയ്തെടുത്ത ആൾക്കാരാണ്. അതെന്തോ ദൈവാധീനമാണ്. അത് അലക്സൻ എന്നുള്ള ഒരു സുഹൃത്തിൻ്റെ കൈ കൂടിയാണ് ആദ്യമായിട്ട് കയറി ഇറങ്ങിപ്പോയത് ഞങ്ങളുടെ എറണാകുളം ജില്ലയിൽ. പിന്നെ ഞങ്ങളതെല്ലാം അത് വെച്ച് ഓരോ ബേസിക് സ്റ്റെപ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോന്ന് പേര് ഞങ്ങൾ തന്നെ ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ബ്രേക്ക് ഡാൻസ് പടം കാണാൻ സാധിച്ചത്. ബ്രേക്ക് ഡാൻസ് എറണാകുളത്ത് തിയേറ്ററിൽ വന്നു. അങ്ങനെ അത് കാണാൻ സാധിച്ചു. പിന്നെ അതിൽ ഞങ്ങൾ ബ്രേക്ക് ഡാൻസ് സിനിമ വന്നു, ഒരു മൂവി വന്നു ബ്രേക്ക് ഡാൻസ് ദ മൂവി എന്നുണ്ട് 1982 പടം വന്നു. അതിപ്പോ സ്പിരിറ്റ് ആയി. പിന്നെ അത് തിയേറ്ററിൽ ഒരാഴ്ച കളിച്ചിട്ട് ഒരാഴ്ച വളർന്ന് മാറാണ്ട് കണ്ട് ഞങ്ങൾ അതിനൊരു സ്റ്റെപ്സ് ഒക്കെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ അപ്രോ ഫ്ലോറോ ഇലക്ട്രിക് ബൂഗി എന്നൊക്കെ പറഞ്ഞ സ്റ്റെപ്സിന് പേരൊക്കെ ഇട്ട് എന്താണ് ബ്രേക്ക് ഡാൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടി നമുക്ക് കിട്ടാൻ തുടങ്ങിയ അങ്ങനെയാണ്. ഫ്ലോറോ ഒക്കെ അപ്രോ ഒക്കെ എന്താണ്, ഫ്ലോറോ ഒക്കെ എന്താണ്, സ്പിൻസ് എന്താണ്, ഇതൊക്കെ എല്ലാം നമുക്കത് മനസ്സിലായത് ആ മൂവി കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ ഞങ്ങളത് ശരിക്കും ഞങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് പിള്ളേരെ കൊണ്ടുപോയി ഫോട്ടോ വെച്ച് ബീച്ചിൽ കൊണ്ട് ഡൈവൊക്കെ പഠിപ്പിച്ച് ഞങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ഫോമിലെത്തിച്ച് പിന്നെയാണ് കലാഭവനിൽ കയറി അവിടെ എല്ലാവരും പഠിപ്പിച്ച് എറണാകുളം ജില്ല നമുക്ക് തകർക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റേജുകളിലും കോമ്പറ്റീഷനും അതൊക്കെ വിൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോയി. പിന്നെ നല്ല നല്ല ശിഷ്യന്മാരെ കിട്ടി. ഞാൻ കലാഭവനെ ഹാൻഡ് ഓവർ ചെയ്ത് ഇയാൾക്ക് കൊടുത്തു, സജി. പിന്നീട് ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയി. 20 വർഷം ഞാൻ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായിരുന്നു. ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് സ്റ്റേജ് ഷോ. മാറില്ല, കല്യാണം കഴിച്ച ശേഷം ഞാൻ അതിൽ നിന്ന് വിട്ടു മാറി. പല പല എല്ലാ ക്ലാസ്സുകളും ഓരോരോ സ്റ്റുഡൻസിനെ എല്ലാവരും കലാഭവനെ എടുത്ത് ഏൽപ്പിച്ചു. പുള്ളിക്ക് അന്നേരം അത്യാവശ്യം മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾ നിമിത്തം നമുക്ക് പല ആൾക്കാർക്കും ഞങ്ങളിൽ നിന്ന് ഇത് വിട്ട് നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു 20 വർഷം ഒന്നുമില്ലാണ്ട് നിൽക്കണമായിരുന്നു. ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ടായി, ഫുൾ ഓണായി. വിവിധ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുള്ളൂ. വീണ്ടും അങ്ങനെ നല്ല രീതിയിൽ ഡെയിലി പ്രാക്ടീസ് ഉണ്ട്. ഡാൻസ് ഒരു വിഷയം. 3 വർഷം കൊണ്ടാണ് ശരീരത്തിൽ ഡാൻസ് കയറിയത്. ജോൺ സമാഷ് പറഞ്ഞ കറക്റ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ഓഡിഷൻ പോലെ ഇൻ്റർവ്യൂ പോലെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ജോൺ സമാഷ് വീണ്ടും ഇതിലോട്ട് വരുന്നതെന്ന് തോന്നുന്നു. ആ സമയം നിർത്തിയ പലരും, കേരളത്തിലുള്ള പലരെയും നമ്മുടെ മിസ്റ്റർ ജോമിത്ത് അടക്കമുള്ള ആൾക്കാർ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയും അവരെയൊക്കെ വീണ്ടും ഇതിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് ആ സമയം ശേഷം എല്ലാം വീണ്ടും ആക്റ്റീവായി. ഞാനും എൻ്റെ ബ്രദറും അടക്കം അന്നും ഇന്നലെ വരെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ തൊഴിലത് തന്നെയാണ്. പക്ഷെ ബാക്കി പലരും വിട്ടുപോയെങ്കിലും ഈ ഒരു മൂവി കാരണം വീണ്ടും എല്ലാവരും തിരിച്ച് വീണ്ടും ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്ന പോലും ഈ പറഞ്ഞ മാതിരി തീർച്ചയായും നമ്മളിന്ന് വന്ന എല്ലാവരുമേ എത്ര കാലശേഷം ഒരുമിച്ച് കാണുന്നറിയാമോ? വളരെ കാലശേഷം ഒരുമിച്ച് കാണുന്നത്. ഇപ്പൊ സഹിച്ചേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം ഒരു മൂവി, പിന്നെ ഇപ്പൊ കുമ്പളങ്ങി നൈറ്റ്സിലും ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ, അതിലെ സജി എന്ന് പറയുന്ന ക്യാരക്ടറും ചേട്ടൻ്റെ ലൈഫ് തന്നെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ശരിക്കും സജിയുടെ ക്യാരക്ടറല്ല എൻ്റെ ക്യാരക്ടറിനകത്ത് ശ്രീനാഥ് ബാസി ചെയ്തേക്കുന്ന ക്യാരക്ടറാണ്. അതിനകത്ത് ബാസി ഊമയാണെന്നേ ഉള്ളൂ. പേര് സൗബിനായിട്ടേക്കണം മാത്രമേ ഉള്ളൂ. ഡാൻസും ഫിഷിങ്ങും. എൻ്റെ ഫാദർ ഞങ്ങളുടെ ഫാമിലിയായിട്ട് മീൻപിടുത്തക്കാരാണ്. അപ്പോൾ ഡാൻസിലാണ് ഫുള്ള്. വീട്ടിൽ വരാനത് കാണിക്കുന്നുണ്ട്. വീട്ടിൽ വരാനുള്ള ഡാൻസ്, അതിൽ കിടന്ന് ഉറക്കം, ഡാൻസ് തന്നെ ആയിരിക്കും. പിന്നെ പൈസക്ക് ആവശ്യം വരുമ്പോൾ അന്ന് ഡാൻസ് കളിക്കാൻ പോയി പൈസയൊന്നും കിട്ടൂല. അപ്പോൾ പൈസക്ക് ആവശ്യം വരുമ്പോൾ മീൻ പിടിക്കാൻ പോകും. പിന്നെ വേറൊരു ജോലി, ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ട് മീൻ പിടുത്തക്കാരനായത്. എന്നുവെച്ചാൽ വേറെ എന്ത് ജോലിക്ക് പോയാലും നമുക്ക് ലീവ് തരൂല.
ഇത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവാം, ഇഷ്ടമുള്ളപ്പോൾ പോരാ. അങ്ങനെ ഡാൻസിനോടുള്ള പ്രണയം കൊണ്ട് തന്നെ ആയിരിക്കണം എന്നേലും നല്ല സീനിയേഴ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മാസ്റ്റർ എന്നെ കലാഭവനിലേക്ക് ഏൽപ്പിക്കുക. അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു വലിയ ഡാൻസറൊന്നും അല്ല, പക്ഷെ പിന്നീട് ആ നല്ല ടീമുണ്ട് ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ ഏറ്റവും അടുത്ത് പറയാവുന്ന ഞാൻ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഡാൻസർ എന്ന് പറയുന്നത് ബിജു. ഞങ്ങളിന്ന് മരിച്ചുപോയി, 25 വർഷമായി. ഞങ്ങൾ ഉണ്ടാക്കുന്ന കേരളത്തിലെ എനിക്ക് പറയാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡാൻസർ, നല്ല കൊറിയോഗ്രാഫർ. അന്ന് ചെയ്യുന്ന 25 വർഷം മുമ്പ് പുള്ളി ചെയ്യുന്ന കൊറിയോഗ്രാഫിക്ക് ഇന്നും വാല്യൂ ഉണ്ട്. ഇപ്പോഴത്തെ ഡാൻസിൻ്റെ മുമ്പിലാണ് നിൽക്കണം. അത് വെസ്റ്റേൺ ആയാലും സിനിമാറ്റിക് ആയാലും നല്ല സ്കില്ലായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്ന ഒരു ഡാൻസറാണ്. അതിൻ്റെ ബോഡി വരെ ഒരു ഡാൻസിന് വേണ്ടി പണിത് വിട്ട ഒരു ശില്പി ഉണ്ടല്ലോ, വിട്ടേക്കുന്ന ഒരു സാധനം പോലെയായിരുന്നു. അത്ര അത് സ്പിൻസ് ആണെങ്കിലും ഈ പറയുന്ന എല്ലാ സ്പിന്നുകളും ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിനെ കണ്ടപ്പോൾ നമുക്ക് ഞാൻ ഡിസ്കോ ഡാൻസ് ചെയ്യുന്ന ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബിജുവിൻ്റെ ഡാൻസ് കണ്ടിട്ട് ഞാൻ ഡാൻസർ അല്ല എന്നുള്ള സംഭവത്തിൽ മാറി നിന്ന് കാണാൻ വേണ്ടി മാത്രം ഡെയിലി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം അത്ര നല്ല പെർഫോമറായിരുന്നു ബിജു. ഈ ബിജു വളർന്നു വന്നപ്പോഴത്തേക്കാണ് ആശാൻ ക്ലാസ്സിലേക്ക് കയറാണ്ടായി വരാണ്ടായി. ആശാൻ ബിജു നോക്കും, ബിജു അത്ര നല്ല കൊറിയോഗ്രാഫറും പെർഫോമറുമാണ് ക്ലാസ് എടുക്കുന്നുണ്ടെന്നുണ്ടപ്പോഴത്തേക്ക് ക്ലാസ് ശ്രദ്ധിക്കാണ്ടായി. പിന്നെ പിള്ളേരിലേക്കെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് ഇവർ കുറേ ആൾ നിന്ന് പോയതാണ്. പക്ഷെ ഇപ്പോഴും ആ സാധനം ബ്ലഡിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് ഈ അടുത്ത കാലം കൊണ്ട് നമ്മൾ തെളിയിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. ഇവർ വരുമ്പോൾ നമുക്ക് എനർജിയാണ്. ഇവരിപ്പോഴും നിൽക്കുമ്പോൾ ഇവർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തായിരിക്കാൻ പറ്റില്ല. നമ്മളതേപോലെ അല്ലെങ്കിൽ ഇവരെ കണ്ടുപിടിക്കുന്ന മാസ്റ്റേഴ്സ് ആയി കഴിയുമ്പോൾ മടി പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ പെർഫോമേഴ്സ് ആകുന്നതും പഠിപ്പിക്കുന്നതും രണ്ടുണ്ട. ലൈവ് ഓഡിയൻസിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നൊരു കാര്യത്തിന് അല്ലേ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയ സീനിയേഴ്സിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഇവരായിട്ടൊക്കെ എപ്പോഴും കാണാറുണ്ട്, ഒരുമിച്ച് പ്രോഗ്രാംസിൽ കാണാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ന് നടന്ന ഇൻ്റർവ്യൂസിൽ ഇവിടെ എല്ലാവരെയും കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഇങ്ങനെ എല്ലാവരെയും വിളിച്ചൊരു ഗെറ്റ് ടുഗദർ എറണാകുളത്തൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. അത് പല കാരണങ്ങളും നടന്നിട്ടില്ല, പക്ഷെ അത് ഇങ്ങനെ ആയി എന്നുള്ളത് മുൻവാക്കിലൂടെ വന്നതിൽ അതിലും വളരെ സന്തോഷം. എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിധി കാരണം എനിക്ക് ഇവിടെ കൊണ്ട് നിർത്തേണ്ട വരുക. പക്ഷെ കഴിഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാവരുടെയും ഓരോരോ ഡാൻസ് മൂവ്മെന്റോടെ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. മാത്രമല്ല പറഞ്ഞൊന്ന് മൈൻഡപ്പ് ചെയ്തോട്ടെ, മൂൺ വാക്ക് ഇപ്പോൾ ഉടനെ റിലീസ് ആവുകയാണ്. എനിക്ക് സിനിമ കാണണം എന്നുള്ളതിലുപരി അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറി എനിക്ക് കാണണം എന്ന് ഇപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം തോന്നുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ട് എല്ലാവരെയും പേഴ്സണലി തന്നെ അറിയിക്കാം. ആ സിനിമയെ പറ്റി പറയുമ്പോൾ ഞാൻ കാണുന്നത് പ്രേക്ഷകരോട് പറയേണ്ട അത്രേ ഉള്ളൂ. ആ സിനിമ വെറൊരു ഡാൻസ് ഫിലിം മാത്രമല്ല, ആ ഡാൻസിന് വേണ്ടി കഷ്ടപ്പെട്ട കുറേ ആൾക്കാരുടെ ജീവനും വേർപ്പും കണ്ണീരും അതിനകത്തുണ്ട്. സോ പാട്ട് ചെയ്ത് വരുമ്പോൾ ഞാൻ പാട്ട് കണ്ടുള്ള ഡാൻസ് മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കാതെ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായവും ഒരു ആഗ്രഹവും. അങ്ങനെ ഒന്നും ചെയ്യട്ടെ. കാരണം എടുത്ത എഫേർട്ട് ഞങ്ങൾ വഴി ഉണ്ടാക്കിയവരാണ്. ഇപ്പോഴത്തെ ആൾക്കാർ ആ വഴി നടന്നു പോകുന്നവരാണ്. കഷ്ടപ്പാട് അവർക്ക് ഇപ്പോഴുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയ ഞങ്ങൾക്ക് എന്തായിരിക്കും അത് സിനിമ മുഖേന വെളി വരും തോന്നുന്നു. അല്ലാതെ തീർച്ചയായിട്ടും കാര്യമുണ്ട്. എന്നോട് ഞാൻ ഡാൻസ് വന്നപ്പോഴത്തേക്ക് ചോദിച്ചിട്ടുണ്ട് കൂട്ടുകാരൻ, നീ ഒരു 10-35 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ഡാൻസ് കളിച്ചാണ് ജീവിക്കാൻ പോണത്, ഭാര്യ വിശക്കുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കാന്നൊക്കെ ചോദിച്ച കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇപ്പോൾ 50 വയസ്സാകാൻ ഇപ്പോഴും ഡാൻസ് കൊണ്ട് തന്നെയാണ് അന്നം നടന്നു പോകുന്നത് എന്നുള്ള അവരോടുള്ളൊരു മറുപടിയാണ്. നമുക്കൊരു ഡാൻസ് കൂടെ കണ്ടു. സജീഷ് മാസ്റ്റർ കയറി.
താങ്ക് യു.